നമസ്കാരം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് 18 പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാനിടയായ ദാരുണ സംഭവം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സംഭവം അടിവരയിടുന്നത് തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വൻ ജനക്കൂട്ട നിയന്ത്രണം സാധ്യമാക്കും വിധമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തന്നെയാണ്. 1956-ൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമുമായി പ്രവർത്തനം ആരംഭിച്ച ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ 16 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. പ്രതിദിനം 5 ലക്ഷത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുവെന്നാണ് കണക്ക്. ഉത്സവ സീസണുകളിൽ യാത്രക്കാരുടെ എണ്ണം 6 ലക്ഷം വരെ ഉയരുകയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ 16 പ്ലാറ്റ്ഫോമുകളിലായി ദിവസേന 250-ലധികം ട്രെയിനുകളാണ് യാത്ര ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ഇതിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്നത്. ഉത്സവകാലത്ത് പ്രത്യേക ട്രെയിനുകളും ഈ സ്റ്റേഷനിൽ നിന്നും തുടങ്ങുന്നതും കടന്നു പോകുന്നതുമായ സർവീസുകളിൽ ഉൾപ്പെടുത്തി വരാറുമുണ്ട്. ഈ സ്റ്റേഷന്റെ നിലവിലെ സ്ഥിതി പ്രകാരം ഒന്നിലധികം ഭാഗങ്ങളിൽ ഭൂരിഭാഗം സമയവും കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് പതിവിലും കൂടുതലായി തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ അപകടങ്ങൾക്കും കാരണമായി തീരുന്നു. ഈ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി റെയിൽവേ 2650 കോടി രൂപയുടെ പുനർവികസന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേഷനെ ലോകോത്തര സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിനായി റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായി പഹർഗഞ്ച് അജ്മേരി ഗേറ്റുകളുടെ വശങ്ങളിലായി 2 സ്റ്റേഷൻ കെട്ടിടങ്ങൾ നിർമ്മിക്കും. നവീകരിക്കപ്പെടുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ആഗമന പുറപ്പെടൽ പ്ലാസകളോട് കൂടിയ ഒരു എയർ കോൺകോഴ്സ്, വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം, ആധുനിക ലിഫ്റ്റുകളും എക്സലേറ്ററുകളും ഒപ്പം ഒരു വാണിജ്യ റീറ്റെയിൽ മേഖല എന്നിവയും സജ്ജീകരിക്കും. 67.9 മീറ്റർ ഉയരമുള്ള MMTH കെട്ടിടത്തോടെ മെച്ചപ്പെട്ട ഓഫീസ്, റീറ്റെയിൽ, റെസ്റ്റോറന്റ് സ്ഥലങ്ങൾ എന്നിവയിലൂടെ യാത്രക്കാർക്കായുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. IGBC പ്ലാറ്റിനം സർട്ടിഫൈഡ് വികസനം, ബാൽക്കണികളിലും ടെറസുകളിലും വലിയ പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങൾ ഉൾപ്പെടുത്തി ബയോഫിലിക് ഡിസൈനുകൾ ഉപയോഗിച്ച് ഈ മെട്രോപൊളിറ്റൻ സ്റ്റേഷൻ മൊത്തത്തിൽ മാറ്റിയെടുക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനുമായി സ്റ്റേഷന് ചുറ്റും ഉയരത്തിലും അതുപോലെ തന്നെ ഭൂനിരപ്പിലുള്ളതുമായ റൂട്ടുകളുള്ള ഒരു സംയോജിത റോഡ് ശൃംഖല വികസിപ്പിക്കാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. റെയിൽ, മെട്രോ, ബസ്, മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവയെ തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത കേന്ദ്രമായി ഈ സ്റ്റേഷൻ മാറ്റിയെടുക്കുന്നതിനും പുനർവികസന പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ ഗതാഗത മാർഗങ്ങളിലുടനീളം സുഗമമായ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനും ഈ സംയോജനം വഴിയൊരുക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പഹാർഗഞ്ചിലെ 13.6 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കപ്പെടുന്ന ബയോഫിലിക് MMTH കെട്ടിടം നഗരവികസനത്തിനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും ഇടയിലുള്ള പുനഃസ്ഥാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളും സുസ്ഥിര സവിശേഷതകളും സംയോജിപ്പിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നതിനൊപ്പം നഗര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും വഴിയൊരുക്കും. 2650 കോടി രൂപയുടെ ഈ പദ്ധതി ന്യൂഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റിയിലെ കണക്ടിവിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ടാക്സികൾ, റിക്ഷകൾ, ബസ്സുകൾ എന്നിവയ്ക്കായി പ്രത്യേക സ്റ്റാൻഡുകളും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യവും RLDAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതിയിലൂടെ നടപ്പാക്കപ്പെടും. അങ്ങനെ ഈ അത്യാധുനിക സ്റ്റേഷൻ നഗര മൊബിലിറ്റിയും വാണിജ്യ വളർച്ചയും പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനിടയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തെ തുടർന്ന് രാജ്യത്തെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ആൾക്കൂട്ട നിയന്ത്രണ ചട്ടങ്ങൾ നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി പ്രാദേശിക റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പരിശീലനമടക്കമുള്ള പദ്ധതികൾ റെയിൽവേ മന്ത്രാലയം നടപ്പാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കാനായി തിരക്കുള്ള സീസണുകളിൽ സ്റ്റേഷനുകളിലെ നടപ്പാതകളിൽ പ്രത്യേക നിറങ്ങൾ അടയാളപ്പെടുത്തും. ഹോൾഡിംഗ് ഏരിയ എന്നറിയപ്പെടുന്ന ഈ ഭാഗങ്ങൾ 60 റെയിൽവേ സ്റ്റേഷനുകളിലായാണ് സജ്ജീകരിക്കുക.
കുംഭമേളയുടെ ഭാഗമായി തിരക്കുണ്ടാകാനിടയുള്ള ഈ സ്റ്റേഷനുകൾ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി അടയാളപ്പെടുത്തും. ഇതിൽ പ്രയാഗ്രാജിലേക്ക് നേരിട്ട് ട്രെയിനുകളുള്ള 35 സ്റ്റേഷനുകളെ വാർ റൂമിൽ നിന്ന് വീക്ഷിക്കാനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കും. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മാത്രം നടപ്പാതയിലും പടികളിലുമായി 200 CCTVകൾ സ്ഥാപിക്കാനും റെയിൽവേ പദ്ധതിയിട്ടിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമായി നിർമ്മിത ബുദ്ധി അഥവാ AI സംവിധാനം വിനിയോഗിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ തിരക്കേറിയ ഭാഗങ്ങളിലെ ആൾക്കൂട്ടത്തിന്റെ ചലനങ്ങൾ അറിയാനായി AI സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.